നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ നിത്യേന എന്നുള്ളതുപോലെ പൂർവികരൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് പഴങ്കഞ്ഞി അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് റൈസ് എന്നുള്ളത്. പഴങ്കഞ്ഞി എന്ന് കേൾക്കുമ്പോൾ നെറ്റിച്ചുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരുപാടേറെ പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പഴങ്കഞ്ഞി എന്നുള്ളത്. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും, അതുപോലെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് വീഡിയോയിൽ പറയാം. അതിനു മുൻപേ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഗിവവേയുടെ 5 വീഡിയോയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ 6th വീഡിയോ ആണിത്. ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ 5 വീഡിയോ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു വീഡിയോ റിലേറ്റ് ആയിട്ടായിരിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ആൻസർ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. മറ്റുള്ള വീഡിയോന് താഴെ കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അതിനുശേഷം നമുക്ക് വിന്നറിന് തീരുമാനിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്നല്ലേ ചിന്തിക്കുന്നത്? വഴിയെ പറയാം കേട്ടോ. ഈ ഒരു പഴങ്കഞ്ഞി എന്ന് പറയുന്നത് പലപ്പോഴും തന്നെ നമുക്ക് അയൺ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ ദഹന സംബന്ധമായിട്ട് മലബന്ധം പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ ഒരു മരുന്നായിട്ട് തന്നെ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം പഴങ്കഞ്ഞി എന്ന് കേൾക്കുമ്പോൾ ഇത് ചോറല്ലേ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടില്ലേ, ശരീരത്തിന് അമിതമായിട്ടുള്ള കൊഴുപ്പ് വന്നാൽ തടി കൂടില്ലേ എന്നുള്ള സംശയം മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോയിട്ടുണ്ടാവാം. അതിനുള്ള ആൻസറാണ് ഇല്ല. അങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം ഇത് നമ്മൾ കുതിർത്തിടുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. എങ്കിലും നമ്മളിത് മൺപാത്രങ്ങളിൽ രാത്രി കാലത്ത് ഒരു 8-10 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തിടണം. തണുത്ത വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അല്പം കാന്താരി മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി, ഇഞ്ചി, ഉപ്പ് ഒക്കെ തന്നെ ഒന്ന് ഞെരടി എടുത്തിട്ട് അങ്ങനെ വെള്ളത്തോടു കൂടി കഴിക്കുന്നതാണ് പഴങ്കഞ്ഞി. ഇങ്ങനെ കഴിക്കുന്ന സമയത്തിൽ ഒരു കപ്പ് പഴങ്കഞ്ഞിയിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള 80% മാംഗനീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ വിഘടിപ്പിക്കാൻ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തടി കൂടും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ചോറ് വെള്ളത്തിലിട്ട് ഏറെ നേരം വൈകുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ചോറിലെ അയൺ, പൊട്ടാസ്യം തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മലബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകരിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള രോഗികൾക്കാണെങ്കിൽ അവർക്കിത് കുറയ്ക്കാൻ സഹായിക്കും. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തസമ്മർദ്ദം കൂടിയിട്ടുള്ള ആളുകൾക്കും കൂടെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാതലാണിത്. ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാനും അതുപോലെ അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം, ചൂട് കാലാവസ്ഥയാണെങ്കിൽ അതിൽ നമ്മുടെ ശരീരത്തിനെ തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ശരീരത്തിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചർമ്മത്തെ നല്ല കാന്തിയോടെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു പഴങ്കഞ്ഞി സഹായിക്കുന്നുണ്ട്. 100 ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്നത് 3.4 ഗ്രാം ഇരുമ്പാണ്. ഇത് നമ്മൾ ചോറ് പഴങ്കഞ്ഞിയായിട്ട് മാറുന്ന സമയത്ത് 73 മില്ലിഗ്രാം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ B12 ഒക്കെ തന്നെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് നല്ല ഊർജം തരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഭക്ഷണം രാവിലെ കഴിക്കുന്നത് വഴി അന്നേ ദിവസത്തെ ഊർജത്തെ തീരുമാനിക്കുന്ന ഒരു മെയിൻ ഭക്ഷണം തന്നെയാണ് പ്രഭാത ഭക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് ഏത് ആരോഗ്യ പ്രശ്നമുള്ളവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് പഴങ്കഞ്ഞി. നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല, ചൈന, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് പാരമ്പര്യമായിട്ട് അവർ തുടർന്ന് കൊണ്ടുവരുന്ന ഒരു ഭക്ഷണ രീതി കൂടിയാണ്. ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ, അതായത് കാർബോഹൈഡ്രേഷനെ ഒക്കെ തന്നെ മാറ്റി വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണമാക്കിയിട്ടാണ് പഴങ്കഞ്ഞി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ചില ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളെയൊക്കെ വരാതെ തടഞ്ഞു നിർത്താനും കൂടെ ഇതിലുള്ള ഈ ന്യൂട്രിയൻസ് ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. പറ്റുന്നവർക്ക് ഫോളോ ചെയ്യാം. കാരണം അത്രയേറെ ചിലവ് കൂടിയതല്ല, എന്നാൽ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വിഷയം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്നത്തെ നമ്മുടെ ഗിവ് അവേ വിന്നറിനെ തീരുമാനിക്കുന്ന ചോദ്യം ഇതാണ്: നമ്മൾ മൂത്രതടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് ഏത് ഔഷധമാണ് ഉപയോഗിക്കേണ്ടത്?
ചെയ്യേണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതിനുള്ള കമൻറ്റ് എന്താണ് ആൻസർ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മറ്റുള്ള മുൻപ് ചെയ്തിട്ടുള്ള 5 വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യരുത്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആൻസർ മാത്രമല്ല, നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ടുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എടുത്തിട്ട്, ഒരാഴ്ച എടുത്തിട്ടാണ് നമ്മൾ വിന്നറിനെ തീരുമാനിക്കുന്നത്. കാരണം ഒത്തിരി ആളുകളിലേക്ക് വീഡിയോ എത്തിപ്പെടാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ ഇനി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതും കൂടെയുള്ളൂ. അപ്പോൾ നോർമലായിട്ടുള്ള നല്ല ഹെൽത്തി ടോപ്പിക്കുമായിട്ട്, ഹെൽത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.